അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് താമരശ്ശേരിയിൽ മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗലക്ഷണങ്ങൾ. പ്രാഥമിക ഫലം നെഗറ്റീവാണ്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനായി 7 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മസ്തിഷ്ക ജ്വരം ബാധിച്ച അന്നശ്ശേരി സ്വദേശികളായ 3 മാസം പ്രായമുള്ള കുഞ്ഞും 49കാരനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് താമരശ്ശേരി സ്വദേശിയും 4ാം ക്ലാസ്സുകാരിയുമായ അനയ രോഗം ബാധിച്ച് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നെന്ന് കണ്ടെത്തിയത്. പിന്നാലെ വീട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകളടക്കം ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. തൊട്ടു പിന്നാലെയാണ് സഹോദരനിലും രോഗലക്ഷണങ്ങൾ കണ്ടത്. പ്രാഥമിക ഫലം നെഗറ്റീവാണെങ്കിലും ഡോക്ടർമാർ തുടർ പരിശോധനകൾ നടത്തുന്നുണ്ട്. സാധാരണയായി വെള്ളത്തിൽ കാണപ്പെടുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാലും നീന്തുന്നവരിലും രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. പനിയുൾപ്പെടെയുള്ള രോഗലക്ഷണമുള്ളവർ ജലാശയത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടർമാരെ അറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണമുള്ള പ്രദേശങ്ങളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.